ഗുസ്തി താരം ബജറംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും കോൺഗ്രസിൽ ഏതാണ്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ഉറപ്പിച്ചിരുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പില് വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും. കോൺഗ്രസിൽ ഒരു ഉത്തരവാദിത്തം പുനിയയ്ക്ക് കിട്ടുന്നു. കോൺഗ്രസിന്റെ ഈ കളിയുടെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് മലയാളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാണ്. ജന്തർ മന്ദറില് ഈ ഗുസ്തി താരങ്ങളുടെ ഗുസ്തി, രാഷ്ട്രീയ ഗുസ്തി ആയിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. കോൺഗ്രസും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ പതിവില്ലാത്ത സന്ദർശനങ്ങളും ഒക്കെ നടത്തി ഇവരെ പറ്റി ഇങ്ങനെ കണ്ണീരൊഴുക്കിയപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് മൈലേജ് കിട്ടാൻ എങ്ങനെയെങ്കിലും ഹരിയാന എന്ന് പറയുന്ന അവരുടെ തട്ടകമായിരുന്നു, സ്ഥിരം എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്ന തട്ടകത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്താൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ ഗുസ്തിയാണ്. ഗുസ്തിക്ക് ഹരിയാനയുമായി വലിയൊരു ബന്ധമുണ്ട്. അതെ, ഗുസ്തിയുടെ തട്ടകമാണ് ഹരിയാന എന്ന് പറയുന്നത്. ധാരാ സിംഗിനെ പോലെ ലോകമാകെ പേരുകെട്ട ഗുസ്തി താരങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ കൂടി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നട്ടല് നിവർത്തി നിന്ന് നെഞ്ചു വിരിച്ച് നിന്ന ഒരാളാണ്. ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. ലോകോത്തര താരങ്ങളെ മലർത്തിയടിച്ച താരമാണ്. പക്ഷെ നോക്കൂ, ഇപ്പൊ അവര് പടം വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ ഗുസ്തി താരങ്ങൾ വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജരംഗ് പൂനിയയും കൂടെ നിൽക്കുന്ന കണ്ട കഷ്ടം തോന്നും. ചിത്രത്തിൽ തന്നെ നട്ടല് വളച്ചും കുനിഞ്ഞും രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ വിധേയന്മാരെ പോലെ നിൽക്കുക. ഇങ്ങനെ നിൽക്കേണ്ടവരാണോ? അവർക്ക് അവരെന്താണെന്ന് അവർക്കറിയില്ലേ? എന്തിനാണ് ഇങ്ങനെ നട്ടല് വളയ്ക്കാൻ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നിന്നു കൊടുക്കുന്നത്? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ്. നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്തായിരുന്നു സമരത്തിന് പേരുള്ള ചേതോവികാരം? അവിടെ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ദൗർഭാഗ്യത്തിനൊരു BJP MP ആയിപ്പോയി. അതിനു മുമ്പേ ഗുസ്തിക്കാരനാണ് അദ്ദേഹം. ഈ ഗുസ്തിക്കാർക്ക് കോൺഗ്രസിൽ പോകാമെങ്കിൽ അദ്ദേഹത്തിന് BJPയിലും വരാമല്ലോ. കൈസർഗഞ്ച് എന്ന് പറയുന്ന ആ സ്ഥലത്തെ കിരീടമില്ലാത്ത രാജാവാണ് അദ്ദേഹം. വളരെ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന, ഒരു രാജകീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹം. ഇല്ലെങ്കിൽ കോൺഗ്രസിന് അറിയാം, അദ്ദേഹം ഇല്ലെങ്കിൽ BJP ഉത്തർപ്രദേശിൽ തളരും. അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയാലും തളരും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തർപ്രദേശിൽ എങ്ങനെയും BJPയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവര് മുന്നേ കണ്ട തന്ത്രമായിരുന്നു, അടവ് നയമായിരുന്നു. അതിലവരെ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. തളർന്നു, BJP തളർന്നു. ഉന്നാവയിൽ കൈസർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല. ഒരു ഗെയിം ചേഞ്ചറാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മകനാണ് കൊടുത്തത്. അദ്ദേഹത്തിനെ ആരും അറിയുകയൊന്നുമില്ല. ഇദ്ദേഹം ഒരു ഗുസ്തിക്കാരൻ തന്നെയാണ്. ഗുസ്തിയോടെ വളരെ ആത്മാർത്ഥതയുള്ള മിടുക്കനായിട്ടൊരു ആളാണ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി എന്താ? ഗുസ്തി താരങ്ങളെ തടവി എന്നുള്ളതാണ്. തടവെന്ന് പറയുന്നത് ഈ ഗുസ്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. ശരീരത്തിന്റെ ഒരു മെയ്വഴക്കമാണല്ലോ ഇതിൽ വേണ്ടത്. നിസ്സാരവൽക്കരിക്കുന്നില്ല. അതേസമയം ഇവിടെ കേരളത്തിൽ നടന്നത് എന്താ? കേരളത്തിലെ ഒരു സിനിമാ നടൻ പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നുള്ളതാ പരാതി. അദ്ദേഹത്തിന് ലഭിച്ചു മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുക. ആവശ്യമില്ലാതെ കതറിയെന്ന മുട്ടി ബംഗാളിയായ ഒരു സ്ത്രീയുടെ, അതുപോലെ തന്നെ അവരെ ശരീരത്ത് തലോട്, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻമാരുമായിട്ട് ഒക്കെ നമ്മുടെ ഈ സംസ്ഥാനത്ത് വെച്ച് അത്രയും വലിയൊരു പാതകമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരൊറ്റ ഗുസ്തിത്താരം പോലും താങ്കളെ ബലാത്സംഗം ചെയ്തു വന്നോ പ്രകൃതി വിരുദ്ധ മായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ട് ഒറ്റയാളും ആരോപിച്ചില്ല. തടവി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം. ഗുസ്തി താരങ്ങളെല്ലാം കൂടെ ജന്തർ മന്ദറിൽ പോയി നിന്ന് പറഞ്ഞതല്ല ഇത് തന്നെയാണ്. അതാണ് കുറ്റം. അത് ഗുസ്തി പരിശീലനത്തിന്റെ ഭാഗമായിരുന്നാണ് ഇദ്ദേഹവും പറഞ്ഞത്. ഇദ്ദേഹത്തിനെ പുറത്താക്കി BJP ഇതിന്റെ പേര് പുറത്താക്കി കഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ചു. അല്ലാതെ BJP നഷ്ടം സംഭവിച്ചു. MJ അക്ബറിനെ പുറത്താക്കിയ പോലെ ന്യൂനപക്ഷക്കാരനായ ഒരു മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെടാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ ഒരു കേസും ഇല്ലല്ലോ. പ്രിയാമണിക്കെതിരെ ഇപ്പൊ കേസ് നിലവിലിരിക്കുകയാണ്. അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തു. അങ്ങനെ ചില കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവര് കളിച്ച ഗുസ്തിയാണ്. ആ ഗുസ്തിയിൽ കോൺഗ്രസ് വിജയിച്ചു. ഇപ്പൊ നോക്കൂ. എന്നിട്ട് ഈ ഗുസ്തി താരങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാം എന്നുള്ളതാണ്. ധാരാ സിംഗും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന് അവരുടെ ഈ മെയ്വഴക്കം വേണ്ടതാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയം. മെയ്വഴക്കം വേണമല്ലോ രാഷ്ട്രീയത്തിൽ. അത് പക്ഷേ ഇവർക്കുണ്ടോ എന്ന് സംശയമാണ്. നേരെ കോൺഗ്രസിലേക്ക് വരികയാണ്. ആ കോൺഗ്രസില് വന്നിരിക്കുന്ന ഇപ്പൊ വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയാണ്. വിനേഷ് ഫോഗട്ട് അവിടുത്തെ ഒരു നിയമസഭാ മണ്ഡലത്തില് സ്ഥാനാർത്ഥിയാണ്. അതേസമയം നമ്മുടെ ബജറംഗ് പൂനിയ സ്ഥാനാർത്ഥിയല്ല. പക്ഷെ അതിന് ടോപ്പ് പോസ്റ്റ് കോൺഗ്രസിന്റെ കിസാൻ സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹത്തെ വെച്ചിരിക്കുകയാണ്.
കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന. അവർ ഈ സമരം നയിക്കുന്നതിലും ഇന്ത്യയെ നാണം കെടുത്തുന്നതിലും ഡൽഹിയിലേക്കുള്ള വഴി അടച്ച് കർഷകരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നതിലും വലിയൊരു പങ്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഹരിയാന അതിർത്തിയിൽ അദ്ദേഹത്തിന് ഇനി വീണ്ടും സമരം നടത്താനുള്ള ഒരു ഊർജം കൊടുത്തിരിക്കുക കോൺഗ്രസ്സുകാർ പിന്തുണച്ചുകൊണ്ട്. ഇപ്പൊ ഗുസ്തി താരങ്ങളും അതുപോലെ തന്നെ ഈ കർഷകരും തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട്. ആ അന്തർധാര ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് കാണിച്ചത് എന്താണെന്നറിയാം? ഇന്ത്യ നാണം കെടുത്തിയ പാരീസിൽ പോയി. നമുക്ക് തന്നെ പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ നാണക്കേട്. എന്താ ചെയ്തത്? 57 കിലോയിൽ മത്സരിക്കേണ്ട ആളാണ്. അവരുടെ ഭാരം അനുസരിച്ച് അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമാണ്, പ്രൊഫഷണലാണ്. അവരെന്ത് ചെയ്തു? ഭാരം കുറച്ച്, ആഹാരം വെള്ളം കുടിക്കുന്നതും എല്ലാം കുറച്ച് 53 kg കാറ്റഗറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭാരവും കുറച്ചു. ഈ ഭാരം കുറയ്ക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജം പോവില്ലേ? ഗുസ്തി പിടിക്കാനുള്ള സ്റ്റാമിന പോവില്ലേ? തലേദിവസം വെള്ളം കുടിക്കണമല്ലേ? ഗുസ്തി പിടിച്ചു കഴിയുമ്പോൾ ഒരു ഗുസ്തി കഴിഞ്ഞു. ഗുസ്തിയിൽ അവർ ഈ കിലോ കാറ്റഗറി തന്നെ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ദാഹം വരത്തില്ലേ? പരവേശം വരത്തില്ലേ? വെള്ളം കുടിച്ചപ്പോൾ ഇത്രയും ഗ്രാം കൂടി. അതാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും നമ്മൾ ഈ അതെ അവിടെയാണ് ഒരു വാഷ്റൂമിലോ മറ്റോ പോയി കഴിഞ്ഞാൽ കുറയ്ക്കാവുന്ന ഭാരമേ ഉള്ളൂ. ആ ഭാരവുമായിട്ട് പോയി അപമാന ഭാരവുമായിട്ട് വന്നു. അതിന്റെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിനും ഉണ്ട്, കായിക രംഗത്ത് കായിക കോടതിയുണ്ട്. അവർ പരിശോധിച്ചു, ഇവരുടെ ഭാഗത്ത് തെറ്റാണ്. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു. മെഡലിനുള്ള ആർത്തി കൊണ്ട്. അതേസമയം 57 കാറ്റഗറി മത്സരിച്ചെങ്കിൽ അവർക്കൊരു ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ? പരിശീലനത്തിന് പോകത്തില്ല. പരിശീലനമില്ലാതെ ഞങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തി. അങ്ങനെ സംഭവിച്ചാണ്. പരിശീലനത്തിന് പോകാതിരുന്നതിന്റെ, പരിശീലനത്തിന് പോയിരുന്നെങ്കിൽ ഇതിനുള്ള അഡ്വൈസും കൗൺസിലിങ്ങും ഒക്കെ കിട്ടിയതിന്, ഡയറ്റീഷ്യനിൽ നിന്നും ഒക്കെ കിട്ടിയതിന്. ഇതൊന്നുമില്ലാതെ നേരെ അങ്ങ് പോയി. സർക്കാരിനോട് പൈസയും ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു, പൈസയും കൊടുത്തിട്ടുണ്ട്. അവരെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി, രാജ്യത്തിലെ എല്ലാവരും അഭിനന്ദിച്ചു. പക്ഷെ രാജ്യത്തിലെ ആൾക്കാരെ കൊണ്ട് മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ പോലും നമ്മുടെ PT ഉഷയാണ് കോടതിയിൽ കേസ് കൊടുത്തത്. പരമാവധി ചെയ്യാവുന്നതിന്റെ പരമാവധി അവരെല്ലാം ചെയ്തു. എന്നിട്ടോ മനഃപൂർവ്വം പ്രധാനമന്ത്രി തോൽപ്പിച്ചതാണ് പൂർവ്വവൈരാഗ്യം വെച്ച് എന്ന നിർദ്ദേശപ്രകാരമാണ് PT ഉഷ നറേറ്റീവും ഉണ്ടാക്കി. ഇവിടെ ഞാൻ പറയുന്ന ഈ ഗുസ്തി താരങ്ങൾ എന്ന് പറയുന്ന രീതി ഇന്ത്യയുടെ അഭിമാനമാണ്. അവർക്കൊരു പ്രത്യേക വിലയുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതോടുകൂടി അവരുടെ വില പോയി. ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ പ്രയാണമാണ്. ഇനി ഗുസ്തി താരങ്ങൾക്ക് മാർഗദർശൻ മണ്ഡൽ എന്നൊക്കെ പറയുന്ന പോലെ പുതുതായിട്ട് ഹരിയാനയിൽ ഒരുപാടുണ്ട്. അവർ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഈ ഗുസ്തിയിൽ ഈ ലോക ചാമ്പ്യന്റെ പട്ടം നേടുന്നത്. അവിടെ കാളയിറച്ചി, പോത്തിറച്ചി, പന്നിയിറച്ചി ഒക്കെ കഴിക്കുന്ന ആൾക്കാരോടെ മത്സരിച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വെജിറ്റേറിയൻ ആണ് ഇന്ത്യയിലെ അവിടെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പന്നിയിറച്ചി, കാളയിറച്ചി, പശുവിറച്ചി ഒന്നും നിഷിദ്ധമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ഏറ്റുമുട്ടിയാണ് ജയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇന്ത്യയുടെ ആ ശക്തി. എരുമപ്പാൽ അവിടെ ധാരാളമായിട്ട് ഉണ്ട്. അതിന്റെ ശക്തി കൊണ്ട് ഇവരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ആഹാരം എന്ന് പറയുന്നത് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്റ്റാമിന ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശരീരത്തിന്റെ പ്രോട്ടീൻസ്, ആവശ്യമുള്ള പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ ഗുസ്തിയൊന്നും പിടിക്കാനുള്ള മസിൽ പവറും എനർജിയും നിങ്ങൾക്കുണ്ടാവില്ല. അങ്ങനെ പാല് കുടിച്ച് പന്നിയെയും പശുവിനെയും കാളയെ എരുമയെയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുമായിട്ട് ഗുസ്തി പിടിച്ച് എരുമപ്പാല് മാത്രം കുടിച്ചവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ താരാസിംഗിനെ പോലുള്ളവർ തന്നെ അങ്ങനെ ഉദാഹരണമാണ്. അവിടെ മാംസം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ജയിച്ച് കയറി വന്ന ആൾക്കാരെ ഇപ്പൊ കൊണ്ട് കോൺഗ്രസിന്റെ കൊടിക്കമ്പിൽ തങ്ങളുടെ കൊടി കൊണ്ട് കോൺഗ്രസിൽ പോകുന്നതിനോട് ആർക്കും വിയോജിപ്പുണ്ടാവും തോന്നുന്നില്ല. ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വിഷയമാണോ നാടകമാണെന്നുള്ള സംശയം വന്നു. ഇതിനകത്ത് ശരിക്കും ബ്രജ്ഭൂഷൺ സിംഗ് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഏതൊരു ഗുസ്തി ക്യാമ്പിലും ഉണ്ടാകുന്നു. ഇപ്പൊ കോച്ചുകൾ നോക്കൂ. ഇപ്പം ഏത് സ്പോർട്സ് ഇനത്തിലായാലും കോച്ചുകൾ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവർ തട്ടിയും മുട്ടിയും ഒക്കെ അല്ലാതെ ആ ക്യാമ്പിൽ അവരെ വളർത്തിയെടുക്കാൻ പറ്റില്ല, വേണ്ടി വരും. ലൈംഗികമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അത് വിശുദ്ധമായിട്ടുള്ള കർമ്മം തന്നെ, പഠനത്തിന്റെ ഭാഗവും തന്നെ. നോക്കൂ, ഇപ്പൊ ഡോക്ടറുടെ മുറിയിൽ ചെന്ന് പരിശോധന ഒരു സ്ത്രീക്ക് വേണം, തൊടാതെ പരിശോധന നടത്താൻ പറ്റുമോ? അതൊരു ലൈംഗികമായ ചൂഷണമായിട്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്ന് പറയുന്നത് പോലെ മാത്രം കരുതപ്പെടേണ്ടിയിരുന്ന ഒരു സംഭവത്തെ ഊതി വീർപ്പിച്ച് വലുതാക്കി നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ കോൺഗ്രസിനെ ഹരിയാനയിൽ ജയിപ്പിക്കാനും ഉള്ള ഒരു അടവാക്കി മാറ്റിയ ആ ഗുസ്തിയിലെ അടവ് അത്ര ശോഭിക്കപ്പെടുന്നതല്ല, അത്ര ശോഭനീയമായ ഒരു ചിത്രമല്ല ഇവരെ കുറിച്ച് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ.
അല്ല എങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോ സ്വാഭാവികമായി ഇപ്പൊ ഗുസ്തി ഏതാണ്ട് അവരുടെ കരിയർ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ പിന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടായിക്കൂടാ? രാഷ്ട്രീയത്തിലേക്ക് വരാമെന്നുള്ളത് രാഷ്ട്രീയത്തിലേക്ക് വരാം. പക്ഷെ ഈ പറഞ്ഞതാണ്, അവിടെ ഒരു ടാങ്ക് നേരത്തെ കിടപ്പുണ്ട്, റൈഡർ അവിടെ കിടക്കുന്നു. അവര് ജന്തർ മന്ദറിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല സമരം എന്ന് പറഞ്ഞത് കള്ളമാണെന്നോ അവർ വ്യാജോക്തിയാണ് പറഞ്ഞത് എന്നുള്ളതല്ല ഇപ്പൊ വരുന്നത്. അവരുടെ വില കുറച്ച് കാണുന്ന കാര്യമല്ലേ, അവരുടെ തന്നെ വ്യക്തിത്വത്തിന് മങ്ങലേറ്റിട്ടില്ലേ, അവരുടെ ആ താരപത്യത്തിലുള്ള പിടിച്ചു നിൽക്കലിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കരുതിക്കുട്ടി മെനഞ്ഞെടുത്ത ഒരു വിഷയമാകാം. അങ്ങനെ ആസൂത്രണം ചെയ്ത വിഷയമാണ്, ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആസൂത്രണം ചെയ്തതായിരുന്നു. ഇപ്പൊ നമുക്ക് തോന്നുന്നത് ബ്രിജ്ഭൂഷൺ സിംഗ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, കോൺഗ്രസിന് പശ്ചാത്തപിക്കേണ്ടി വരും. ഒരുപക്ഷെ ബ്രിജ്ഭൂഷൺ സിംഗ്, എനിക്കറിയില്ല ആ വ്യക്തിയെ, ബ്രിജ്ഭൂഷൺ സിംഗ് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് വളർത്തിയെടുത്ത ആൾക്കാർക്ക് അദ്ദേഹത്തിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു ഈ കാര്യത്തിൽ എന്ന് പറയുന്നത് പോലെ ഇവർക്കും കോൺഗ്രസിനും ഒരു കാലത്ത് റിഗ്രറ്റ് ചെയ്തു. പാമ്പിന് വിഷം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയി തീരുമെന്നാണ്. ഹോക്കിയെ പോലെ തന്നെ ഗുസ്തിയും ഇന്ത്യയിൽ വളരെ ആഴത്തിൽ ഉള്ള ഒരു ഇനമാണ്, ഒരു സ്പോർട്സിലെ ഇനമാണ്. അപ്പോ ഇതിൽ ഈ ബ്രിജ്ഭൂഷൺ പോലെ ഉള്ള എപ്പോഴും നമുക്ക് ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പരിശീലിപ്പിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുക വഴി അവിടെ അതിന്റെ എല്ലാ അന്തസ്സത്തെയും അവർ കളഞ്ഞു കുളിച്ചു, എല്ലാ മുറയില് എല്ലാം വളരെ മോശപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതൊക്കെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമായിരുന്നു എന്നുകൂടി അറിയുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയമായിരിക്കും അതിനകത്തുള്ളത്. ഗുസ്തിയുടെ വിശുദ്ധി പരിശുദ്ധി നശിപ്പിച്ചു. താരാസിംഗും ഒക്കെ ഇന്ത്യക്ക് കൊണ്ടുവന്ന അഭിമാനം ഇല്ലാതായി. രാഷ്ട്രീയത്തിന്റെ ഒരു ചട്ടുകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തട്ടകത്തിലേക്ക് അതിനെ ഒതുക്കി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഗുസ്തി എന്ന് പറയുന്ന ഇന്ത്യക്കാരന്റെ ആ സ്പോർട്സ് ഐറ്റത്തിനെ അവര് ശരിക്കു പറഞ്ഞാൽ അപമാനിച്ചു എന്നാണ് ഈ സന്ദർഭത്തിൽ. ഇത്ര പെട്ടെന്ന് ആവരുത്. അവരിപ്പോ ബിജെപിയിലോട്ട് പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു, രാഷ്ട്രീയത്തിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള ചില ചേരുവകൾ വരുത്തി ഇടുന്നതാണ് തന്നെ. ഒരു കാര്യം കൂടി പറയാം, രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് തിരക്കിലായിരിക്കും. ഗുസ്തി പരിശീലനം ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനൊന്നുമുള്ള സമയവും സന്ദർഭവും അവർക്ക് ലഭിക്കുകയില്ല. ഗുസ്തി പരിശീലിച്ചു കൊണ്ടിരുന്നാൽ സ്ഥിരമായിട്ട് അതിന്റെ ഒരു സാധകം പോലെ ഗുസ്തി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ശരീരത്തിൽ പല രാഷ്ട്രീയക്കാർക്കും ഉള്ളത് ദുർമേധസ്സിൻ അടിഞ്ഞുകൂടലുണ്ടാവും, കുടവേറും ഒക്കെ ആയിട്ട് ശരീരത്തിന്റെ ഈ ലാവണ്യമില്ലാതെ നമുക്ക് അവരെ കാണേണ്ട ഒരു സന്ദർഭം, അതും വളരെ കഷ്ടതരമായിട്ടുള്ള ഒരു കാര്യം. പറഞ്ഞു കേട്ട ഈ കഥകൾ കള്ളക്കഥകളായിരുന്നില്ല എന്ന് തെളിയുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇവരുടെ കോൺഗ്രസ് പ്രവേശത്തോടുകൂടി. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത, വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജലന എന്ന് പറയുന്ന സീറ്റിൽ അവർ വിജയിക്കും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി സമരം ചെയ്ത് പരാജയപ്പെട്ടു.